ചോദിച്ചാൽ ഇപ്പൊ കലിപ്പനും കാന്താരിയും ഉണ്ടാവും. ഈ കലിപ്പനും കാന്താരിയിൽ കാന്താരികളൊക്കെ അവർ പറയെന്താ, ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് കലിപ്പന്റെ കൂടെ നടക്കുന്നത്. അത് സൈക്കോളജിക്കലി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സൈക്കോളജിക്കലും ബയോളജിക്കലും ഒക്കെ പറയാൻ പറ്റും. ഇവിടെ പറയുന്നത് കാന്താരിമാർ പറയുന്നത് കലിപ്പന്റെ കൂടെ ഞാൻ നടക്കുന്നത് എന്റെ ചോയ്സ് ആണെന്നാണ്. മാം ഇപ്പൊ പറഞ്ഞു അത് ആ നിലക്ക് പിന്നെ അവരെ നോർമലൈസ് ചെയ്ത് അല്ലെങ്കിൽ അവരങ്ങനെ കണ്ടീഷൻ ചെയ്ത് ട്രോമറ്റൈസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ അത് അവരുടെ ചോയ്സ് ആയിരിക്കാം. എനിക്ക് ഒരു ട്രോമറ്റൈസ്ഡ് ആയുള്ള ഒരു മനുഷ്യന്റെ ചോയ്സിനെ എങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യും? അവന്റെ ട്രോമയെ മാറ്റാൻ ഞാൻ പണിയെടുക്കണം, അവന് സമയം കൊടുക്കാൻ പറ്റണം, അവനെ എനിക്ക് ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്യാൻ പറ്റണം, എനിക്ക് അതിനു വേണ്ടി ടൈം കോൺട്രിബ്യൂട്ട് ചെയ്യാനും എഫേർട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എന്റെ ഇന്റൻഷൻ ക്ലിയർ ആയിരിക്കണം. ഇത്രയും പരിപാടിയൊക്കെ നടക്കണം. ഇറ്റ്സ് നോട്ട് ഗോണ ഹാപ്പൻ. ഓ കലിപ്പന്റെ കാന്താരി നീ കാണിക്കുന്നത് ഭയങ്കര മോശമാണ്, നീ മാറി നിൽക്കും. കാന്താരി അവളുടെ കണ്ണുകുട്ടി കടിച്ചിട്ട് പറയുന്നത് എന്റെ താല്പര്യമാണ്, നിങ്ങളുടെ അല്ല. അതാണ് ഇപ്പൊ മാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ താല്പര്യമാണെന്ന്. അല്ല, പുരുഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അല്ല ഞാൻ ഡ്രസ് ഇടുന്നതെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നോട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ പുരുഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. That is your brain. I'm saying you are a പുരുഷൻ. ഒരു 2 മിനിറ്റ് സംസാരിച്ചോടെ. ഓക്കെ, ഇവിടെ അതെ 30 സെക്കൻഡ് തരും. അപ്പോ ഇവിടെ മാം പറഞ്ഞു ഈ പറഞ്ഞ ഒരിക്കലും ഞാൻ അങ്ങനെയല്ല, ഞാൻ എന്റെ ഇഷ്ടത്തിനാണെന്ന് പറഞ്ഞല്ലോ. ഇതേ കാര്യം തന്നെ കാന്താരിയും പറയാം. കാന്താരി പറയാന്ന് വെച്ചാൽ എന്റെ കലിപ്പന എനിക്ക് അത്ര ഇഷ്ടമാണ്, ഞാൻ എന്റെ തീരുമാനം മാം അത്ര പറഞ്ഞാലും ആ കാന്താരി അംഗീകരിക്കാൻ പോകുന്നില്ല. ഇവിടെ ഫ്രം എ തേർഡ് പേഴ്സൺസ് വ്യൂ മാം നോക്കുമ്പോൾ മാമിന് മനസ്സിലാവും കലിപ്പനും കാന്താരിയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് നമുക്ക് ആ കലിപ്പനും കാന്താരിയും തമ്മിലുള്ള പ്രശ്നം എങ്ങനെ മനസ്സിലാവുക, അവിടെ ഏതൊക്കെ രൂപത്തിലാണ് കലിപ്പൻ കാന്താരിയെ കണ്ടീഷൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അല്ല, പഠിച്ചാൽ മനസ്സിലാവും, ആലോചിച്ചാൽ മനസ്സിലാവും. പക്ഷെ അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആ അടിമത്തത്തിൽ പെട്ടു നിൽക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലാവില്ല. ഇതുപോലെ തന്നെയാണ് പുരുഷ കേന്ദ്രീകൃത വ്യവസ്ഥ നിശ്ചയിച്ച വസ്ത്രം അല്ലെങ്കിൽ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം ഈ ഒരു കൾച്ചർ, അതിന്റെ ഉള്ളിൽ അതിന്റെ പ്രോഡക്റ്റ് മാത്രമായി നിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ അടിമയായി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കാന്താരിയെ പോലെ അവരും പറയുക എന്റെ ചോയ്സ് ആണെന്നാണ്.